നമസ്കാരം. സാരംഗ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ധനവില കൂടുമ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ മുന്നണികൾ നടത്തുന്ന സ്ഥിരം നാടകങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. കേന്ദ്രം ഭരിക്കുന്നവർ ജനങ്ങളെ പിഴിയുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ സമരം ചെയ്യും, വലിയ പ്രസംഗങ്ങൾ നടത്തും. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ പക്ഷത്തു നിന്നും കൃത്യമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇവരെല്ലാം ഒരേപോലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ എടുക്കാം. കേന്ദ്രം 1 ലിറ്റർ പെട്രോളിന് മേൽ ഈടാക്കുന്നത് ഏകദേശം 21 രൂപ 90 പൈസയാണ്. ഇതൊരു നിശ്ചിത തുകയാണ്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയാലും കുറഞ്ഞാലും കേന്ദ്രം ഈടാക്കുന്ന ഈ തുകയിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും ഉയർന്ന നികുതി നിരക്കാണ് കേരളത്തിലുള്ളത്. ഇവിടെ 30.8% വിൽപ്പന നികുതി. അതുകൂടാതെ 1 രൂപ അധിക നികുതിയും 1% സെസ്സും നമ്മൾ നൽകണം. പോരാത്തതിന് ജനങ്ങൾക്ക് അധിക ഭാരമായ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ്സും കേരളം ഈടാക്കുന്നുണ്ട്. ഇവിടെയാണ് ഇടതു വലതും ജനങ്ങളെ പച്ചയായി വഞ്ചിക്കുന്നത്. ഭരണം മാറ്റി മാറ്റി കിട്ടുമ്പോൾ രണ്ടു കൂട്ടരും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഭാരം കുറയ്ക്കുവാൻ ഒരു നടപടിയും എടുക്കാറില്ല. കേന്ദ്രം വാങ്ങുന്നത് നിശ്ചിത തുകയാണെങ്കിൽ സംസ്ഥാനം വാങ്ങുന്നത് ശതമാനക്കണക്കിലാണ്. അതുകൊണ്ട് യുദ്ധം മൂലമോ മറ്റ് പെട്രോളിൻ്റെ വില കൂടുമ്പോൾ കേരളത്തിന് കിട്ടുന്ന നികുതി പണം തനിയെ കൂടും. ഈ അധിക വരുമാനം വേണ്ടെന്ന് വയ്ക്കുവാനോ നികുതി കുറയ്ക്കുവാനോ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകുന്നതുമില്ല. ചുരുക്കത്തിൽ പുറത്ത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയും അകത്ത് ജനങ്ങളെ പിഴിയുന്ന നികുതി പണം വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്തപ്പാണ് ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയക്കാർ എന്ത് ന്യായീകരണം പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സാധാരണക്കാർ ഇന്ധനത്തിനായി കൂടുതൽ നികുതി പണം നൽകി വഞ്ചിതരാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാരംഗ്യ ന്യൂസിനു വേണ്ടി ജയകുമാർ.